അദ്ദേഹം ലെഫ്റ്റിൽ ബംഗാളിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്ത് കാര്യത്തിനാണോ ചോദ്യം ചെയ്തിരുന്നത്, തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇന്ന് ഇതേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്ന് മമതാജി എന്താണോ ചെയ്തിരുന്നത്, അതുപോലെ ലെഫ്റ്റിലുള്ളവരും കോൺഗ്രസിലുള്ളവരും ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം അതിൽ ക്രിമിനൽ എലമെന്റ് ഒരുപാട് ചേർക്കാൻ തുടങ്ങി. ഇന്നീ സന്ദേശക്കുറിപ്പെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. അതായത് കാണാൻ ചെറുതായിരിക്കും, ചെറുതല്ല, നടപ്പിലാക്കേണ്ടത് വലിയ കാര്യങ്ങളാണ്. എന്നാൽ ഈ ബംഗാളിൽ മുഴുവനും വലിയ മത അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇതെപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. എല്ലായിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നടക്കുന്നത് അവരുടെ വോട്ട് ബാങ്കിനു വേണ്ടി മാത്രമാണ്. ഒപ്പം നിയമത്തിന്റെ വഴിയിലൂടെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയായി ചെയ്യാത്തതുകൊണ്ട് എന്തു തന്നെ നടന്നാലും ഭരിക്കുന്ന ആളുകൾക്ക് അതൊന്നും പ്രശ്നമല്ല. അവർക്കൊന്നും തോന്നില്ല. അവർ വിചാരിക്കുന്നത് രാഷ്ട്രീയമല്ലേ വലുതെന്നാണ്. കോടിക്കണക്കിന് കാശിന്റെ കൂമ്പാരമാണ് അവർക്ക് കിട്ടുന്നത്. നോട്ട് എണ്ണുന്നതിന് വേണ്ടി അവർ മെഷീൻ തന്നെ വാങ്ങിച്ചു വച്ചിരിക്കുന്നു. എന്നിട്ടും അവർക്ക് ജനങ്ങളുടെ കാര്യം നോക്കണ്ട. അവരതിനെ നോർമലായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം രാജ്യത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാ. ഇതെല്ലാം തന്നെ എല്ലാ ദേശത്തുമുണ്ടാകും. അത് ചിന്തകൾക്ക് അതീതമായിട്ടുമായിരിക്കും. എന്നാൽ അത് മുഖാന്തിരം ആരും ദുഃഖിതരാകാറില്ല. പുതിയ വഴികൾ മുന്നോട്ട് വരും. അതായത് ഇനിയും ഇതുപോലെ നടക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എപ്പോഴാണോ സൈക്കോളജിക്കലി ചിന്തിക്കാതെ ഓരോന്ന് ചെയ്യുന്നോ, കഴിഞ്ഞ 30 വർഷത്തോളമാണ്. ഒപ്പം TMC 50 വർഷത്തോളം ബംഗാളിനെ ഭരിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പുതിയ ഇൻഡസ്ട്രീസ് ഒന്നും വരുന്നില്ല. അവിടെ പുതിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയക്കാർ എപ്പോഴും മാറിമറിയും. എന്നാൽ ജനങ്ങൾ കഷ്ടപ്പാടിൽ വിഷമിച്ച് ജീവിക്കും. ഇത്രയും വലിയൊരു രാജ്യത്ത്, ഇത്രയും മഹത്വപൂർണമായ ദേശത്ത് എത്രയോ മഹാന്മാരായ കലാകാരന്മാർ, സംസ്കൃതി, ഇവരെല്ലാം കൂടി നശിപ്പിച്ചിരിക്കുകയാണ്.